ഇപ്പോഴേ നിങ്ങൾക്ക് കാര്യം കത്തിയില്ലേ, നമ്മൾ സൈലൻസറിൽ വെച്ച് ഇൻട്രസെപ്റ്റർ പൊട്ടി തെറിക്കുമെന്ന് പറഞ്ഞല്ലോ. എന്തായാലും ഉപയോഗിക്കാം. എണ്ണയൊന്നും തേച്ചിട്ട് ഈ സാധനം വമ്പ ഫ്ലോപ്പാണ്. എന്തായാലും ഈ ഒരു ഓട്ടിപ്പിന് ഈ സാധനം നടക്കൂല. ഇതെടുത്ത് ചുമ്മാ എടുത്ത് വിടാച്ചാൽ തന്നെ കണ്ട ശേഷോസി പൊളിപ്പോ. എടാ നിനക്ക് വിശക്കണില്ലേ? എന്ത് ചെയ്യും പിന്നെ? എവിടെ പോണേ? എടാ നില്ലൊരു ഐഡിയ ഉണ്ട്. ഇങ്ങ നമ്മളെ വണ്ടി ഇവിടെ ഇരിപ്പില്ലേ? വണ്ടി വെച്ചൊരു സാധനം ചെയ്താലേ? വണ്ടി എന്തായാലും ഇപ്പം നമുക്ക് പുറത്ത് പോകണം. അപ്പം കുറച്ച് സംഭവം വീടിനകത്ത് ഇരിപ്പുണ്ട്. ഒരു പ്ലാൻ ഉണ്ടല്ലോ, ചെയ്താലോ? പക്ഷെ എന്തായാലും നട്ടുച്ചയ്ക്ക് വീട്ടിലൊന്നും കഴിക്കാനില്ല. അപ്പോൾ എന്തായാലും വീടിനകത്ത് ഫ്രിഡ്ജിനകത്ത് എന്തോ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് വണ്ടി വെച്ചൊരു പണി ചെയ്താലോ? ഐഡിയ നമ്മൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഇതാ കുറേ ബീഫ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ മുളകൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, വണ്ടിയിൽ വെച്ചൊരു കിടില ഐറ്റം ചെയ്യാമെന്ന് വിചാരിച്ച്. എന്തായാലും വിശക്കെ അല്ലേ, ഇനി എന്തായാലും ഇവിടെ ഗ്യാസ് എന്തെന്നിരിക്കുക, അതുകൊണ്ട് എനിക്ക് ഗ്യാസിനകത്ത് കുക്ക് ചെയ്യാൻ പറഞ്ഞൂടാ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി വെച്ചൊരു കിടിലം വീഡിയോ ചെയ്യാമെന്ന് വെച്ച്. എന്തായാലും ആരും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. വണ്ടിക്ക് എന്തൊന്നും പറ്റുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഊഹം വന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു സംഭവം സെറ്റാക്കാം. ഇതൊന്ന് മസാലയൊക്കെ ഇനി കറക്കി എടുക്കണമെന്ന് തോന്നുന്നു. നമുക്കതൊന്ന് സെറ്റാക്കട്ടെ. ഈ സംഭവം എന്താണെന്നറിയോ? ഇതാണ് നമ്മളെ ഫോയിൽ പേപ്പർ. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾക്ക് കാര്യം കത്തിയില്ലേ, നമ്മൾ സൈലൻസറിൽ വെച്ച് പൊള്ളിച്ചെടുക്കാൻ എന്തോ അങ്ങനെ ചെയ്യാൻ പോവാണ്. എന്തോ സക്സസ് ആവുമെന്ന് അറിയില്ല. എന്തായാലും പൊട്ട പുത്തി തോന്നിയ സാധനമാണ്. ഇതുവരെ അങ്ങനെ ചെയ്താൽ കണ്ടിട്ടില്ല. ഇൻട്രസെപ്റ്റർ പൊട്ടി തെറിക്കുമെന്ന് പറഞ്ഞില്ല. എന്തായാലും ഇവിടെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇത്ര ബീഫേ നമ്മൾ എടുത്തിട്ടുള്ളൂ, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് വെച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടും കഴിക്കാതെ മതി. ഇനി 2 ബ്രെഡൊക്കെ വെച്ച് അത് സെറ്റ് ചെയ്ത് കഴിച്ചോളാം. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം നടക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ വെച്ചാൽ നമ്മളെന്തായാലും പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് കഴിക്കാൻ്റെ സെറ്റപ്പിലാണ്. അരമണിക്കൂറിൽ റെഡി ആവുമായിരിക്കും. അപ്പോൾ ഇതൊന്ന് ആദ്യം ചുറ്റട്ടെ. അതാണ് ആദ്യത്തെ പരിപാടി. നിൽക്കുമായിരിക്കുമല്ലോ. നമ്മളൊരു ചെയ്ത് നോക്കുകയാണ്. സക്സസ് ആയി നമുക്ക് നാളെ തൊട്ട് ഇനി സെറ്റാക്കാം. ഇത് തന്നെ എല്ലാം ചെയ്യാം. ഇനി അടുപ്പൊന്നും വേണ്ട. എന്തായാലും പെട്രോൾ അടിച്ച് ഓടുന്നുണ്ടല്ലോ. കൈ കുറച്ച് മുറിഞ്ഞു. അപ്പോൾ ഇതിലാണ് ഇനി സെൻട്രൽ സ്റ്റാൻഡ് നമ്മൾ വയ്ക്കാൻ പോകണം. ഇത് ഇരിക്കുമെന്ന് അറിയില്ല, നോക്കാം. ഈ സംഭവം ആദ്യം സെൻട്രൽ സ്റ്റാൻഡ് വരുത്തിട്ടെ. നമ്മൾ എക്സോസ്റ്റിൽ ഒരു ലെയർ ചുറ്റിയിട്ടുണ്ട്. ഈ സംഭവം സക്സസ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണ്ട, ഇത് നടന്നിട്ട് ചെയ്താൽ മതി. അപ്പോൾ അവന്താ ചിക്കനൊക്കെ വെച്ചോണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കെട്ടുകമ്പി എന്തെങ്കിലും സെറ്റാക്കി ഇട്ടുകൊണ്ടാണ്. കാരണം ചിക്കൻ വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ച് ഒന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ സേഫ് ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എവിടെയും പോയി കറങ്ങിയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ആദ്യം പോയി കെട്ടുകമ്പി സെറ്റ് ആകട്ടെ. പക്ഷേ കെട്ടുകമ്പി കിട്ടില്ല, ഈ നൂല് കിട്ടിയിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകുന്നൊന്നും അറിയില്ല. വേറെ കെട്ടുകമ്പി ഇട്ടാൽ വഴിയില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണമല്ലോ. പെട്ടെന്ന് കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ചിക്കനല്ല ബീഫ് എടുത്ത് ഇതിനുള്ളിൽ വെച്ചിട്ട് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് വയ്ക്കുക. ഫോയിൽ പേപ്പർ ചുറ്റുക, ഇതുപോലെ ഇട്ടാൽ വണ്ടി എടുത്തിട്ട് ഓടുക. എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും പെട്ടെന്ന് എക്സോസ്റ്റ് ചൂടാകുമായിരിക്കും. കരിണ നാറ്റടിക്കും നമുക്ക് അറിയാം. അപ്പോൾ എന്തായാലും അവനും വിഷം എന്താ മരിച്ചിരിക്കുകയാണ്, ഒന്നും മിണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യട്ടെ. ബീഫ് കണ്ടല്ലോ, മസാലയൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. മസാല എന്താണെന്ന് അറിയില്ല, മുളക് മല്ലിയൊക്കെ എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടാകുന്നു. ഉപ്പുണ്ട് ഭയങ്കര ഉപ്പ്. അപ്പം ഉള്ളി കാണാം, വിഴാതെ പതിയെ അടുക്കി വയ്ക്കാം. എണ്ണയൊന്നും തേച്ചിട്ടില്ല. എണ്ണ തേക്കണമെന്നും അറിയില്ല. കരിഞ്ഞ് പോകില്ല എന്നൊരു വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. ഇത്രയും വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് പറ്റുന്നത് വയ്ക്കാം. എണ്ണ വേണ്ടത് ഒരു നെയ്യിരിപ്പുണ്ട്. വിടാതെ സൂക്ഷിച്ച് വേണം വയ്ക്കാൻ. വച്ച ഉടനെ നമുക്ക് ഫോയിൽ പേപ്പറിലൊരു ചുറ്റാൻ ചുറ്റാം. ഇതാരും ട്രൈ ചെയ്യണ്ട കേട്ടോ, അത്ര ഹൈജീൻ ഒന്നും ആയിരിക്കില്ല. സോ ആരും ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ ഫോയിൽ പേപ്പർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം ഇപ്പോൾ ചെയ്യണേ. ഒരു പീസും കൂടെ ഉള്ളൂ. പിന്നെ കുറച്ച് ചെറിയ വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു മുളക് എടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ, ചുമ്മാ കരിഞ്ഞെങ്കിൽ ഇരിക്കട്ടെ. ഒരെണ്ണം കൂടെ ഉണ്ട്. സെറ്റായിക്കോ. ഫോയിൽ പേപ്പർ ചതിക്കുന്നു കൈസ്. എന്നാലും നമ്മൾ സെറ്റ് ചെയ്യും എങ്ങനെയെങ്കിലും. പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചുറ്റും അവിടെ പണിപ്പാടുന്നു കൈസ്. അപ്പം സേഫായില്ല. നമ്മൾ ഇനി ഉള്ളതൊക്കെ ചുറ്റിയെടുക്കാം. ഇത് മുളകട്ടെ, അത് കരിഞ്ഞ് ഒരു ലെയറങ്ങി ഫുള്ളും ചുറ്റും. ഇത് തീരാറായി, അതാണ് ഈ സംഭവം. ഇത് ഇങ്ങനെയൊക്കെ ചുറ്റിയെടുക്കുകയും സാധനം റെഡിയാക്കി പോകും.
അതായത് മണ്ടത്തരമൊന്നും വിചാരിക്കില്ല, വേറെ വഴിയില്ല, ഫോയിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കൊന്ന് ടൈറ്റായി കിട്ടിയാൽ മതി. ബാക്കിയുള്ള ലെയറും കൂടെ ചുറ്റിക്കെട്ടെ. അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാക്ക് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റാണെന്ന് തോന്നുന്നു. ഇത് നട്ടുച്ചയ്ക്കാണ് ചെയ്യണത്. നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ. ഈ സംഭവത്തിനൊക്കെ ഭാഗത്തോണ്ട് വെച്ചിട്ട് കണ്ടോ വേർത്തൊലിച്ചത്, ലൈക്ക് അടിക്കും. ഭാഗത്തോണ്ട് വെച്ചിട്ട് നമുക്ക് മറ്റാക്കോൽ എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടരാം. വണ്ടിയിൽ പെട്രോൾ കുറവാണ്. എന്തായാലും നമുക്ക് ഇത് ചൂടാക്കുള്ളത് കാണും, വിശന്നിട്ട് വയ്യ. അപ്പോൾ എന്തായാലും ഈ സംഭവമൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ട് നമുക്ക് വണ്ടി എടുത്ത് പോകാം. വണ്ടി ഓണായിരുന്നു. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഇനി കാണുന്നത് എക്സോസ്റ്റ് ഇപ്പം ചൂടാകുമായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം 5-6 കിലോമീറ്ററേ പോകണുള്ളൂ. അതിനുള്ള പെട്രോൾ അതിൻ്റെ അകത്ത് കാണും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ പോവാം. ചോറ് കഴിക്കാശായിട്ട് കഴിക്കണം. അതുകൊണ്ട് പെട്ടെന്നൊക്കെ പോവാം. നമുക്ക് നേരെ അരിപ്പുറത്ത് പോവാം. അതാകുമ്പോൾ ആദ്യം ആരും കാണൂല. അപ്പം ഇതുവരെ ഒരു മണമൊന്നും വരണില്ല. അതിനുള്ള സമയമായില്ലല്ലോ, ചൂടായി വരണല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നോക്കാം എന്താവൂല. പക്ഷേ നമ്മൾ അരിപ്പുറത്തോട്ട് കയറി. എക്സോസ്റ്റ് ചൂടായി തുടങ്ങിയതേ ഉള്ളൂ. എന്തായാലും എത്ര നേരം ഓട്ടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിപ്പോൾ 3 കിലോമീറ്റർ എന്തോ ആവാറായി. നോക്കാം. നമുക്കെല്ലാം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ഓഫ് അടിക്കുമ്പോഴേക്കും ചൂടാകുമായിരിക്കും. അപ്പോൾ നമ്മൾ ആ പഴയ അഴിപ്പുറത്തെത്തി. ഇവിടെ ആരും കാണത്തില്ലല്ലോ, നോക്കാം എന്താവും. വിശന്നിട്ടാണെങ്കിൽ വയ്യ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഭവത്തിൽ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ എന്തായാലും നോക്കാം. പക്ഷേ നമ്മൾ വണ്ടി ഓണാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടായതേ ഉള്ളൂ. 6 കിലോമീറ്റർ ഓടിയിട്ട് ഇപ്പോഴാണ് ഒന്ന് സെറ്റായത്. ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. ഫോയിൽ പേപ്പർ ചൂടായി. പുറത്ത് എത്ര ചൂടാവണല്ലോ. എനിക്കോണ് ചിക്കൻ ഇരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല ചൂടായി. എനിക്കോണ് വെന്തുകൊണ്ടിരിക്കണായിരിക്കും. അറിയില്ല എന്താ സംഭവിക്കുന്നത്. ഭയങ്കര ശബ്ദമായി. ഇത്ര നേരം ഹീറ്റായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശബ്ദമായി. നോക്കാം എന്താ സംഭവിക്കുക. ഈ സാധനം വമ്പ ഫ്ലോപ്പാണ്. എന്തായാലും ഈ ഒരു ഓട്ടിപ്പിന് ഈ സാധനം നടക്കൂല. ഇത് ചൂടായി വരണേ ഉള്ളൂ. പെട്രോൾ നല്ല കത്ത്. നമ്മളെവിടെയെങ്കിലും ലോങ് പോകുമ്പോൾ സെറ്റ് ചെയ്താൽ കുഴപ്പമില്ല. ഇതിന് നടക്കൂല. ഇപ്പോൾ ഏകദേശം 6-7 കിലോമീറ്റർ ഓടിയിട്ടും ഒന്നും നടന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഭക്ഷണം തേഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഊരിയിട്ട് എന്ത് ചെയ്യാം, ഫ്രിഡ്ജിനകത്തെല്ലാം കൊണ്ട് വയ്ക്കാം. ചൂടായി കാണുമെന്ന് അറിയില്ല, എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം ചെയ്തിട്ട് കഴിക്കാം. അതേ നടക്കും. അല്ല പക്ഷേ ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഊരി നോക്കാം എന്താ സംഭവം. ചെറിയൊരു പൊരിയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കത്തിരി കൂടെയാണ്. ഒരു ചെറിയ ശബ്ദം കേൾക്കണില്ലേ, കിച്ച് കിച്ച് കിച്ചാന്ന്. വേറൊക്കെ നമുക്ക് എടുത്ത് വെച്ചിരുന്ന നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാം. നമുക്ക് അറിയാമല്ലോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന്. വേറെ എന്തായാലും വേസ്റ്റ് ആക്കണം. നമുക്ക് ഇവിടെ മാറ്റിയിട്ടിരിക്കാം. ഫോയിൽ പേപ്പർ പതിയെ മാറ്റാം. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. എന്തായാലും ഇതിനെ യൂസ് ഇല്ല, ഫോയിൽ പേപ്പർ യൂസ് ഇല്ല. പതിയെ ചിക്കൻ എന്തെങ്കിലും പറ്റിയോ. 2-3 ലെയർ ചുറ്റിയുണ്ട്. പുകയൊന്നും വരണില്ല. ചിക്കൻ താഴെ ഉണ്ടോ, ചൂടായതിൻ്റെ പാടൊക്കെ ഉണ്ടോ ഉണ്ടോ. അതിൻ്റെ ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചൂടായതാണ് ഉണ്ടോ. ചൂടായി വന്നതാണ്. പക്ഷേ ഇത്രയും ഓട്ടിപ്പിൽ സെറ്റ് ആവില്ല. അപ്പോൾ എന്തായാലും ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അപ്പുറത്തെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും കണ്ടോ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഒന്ന് ഉണ്ടോ, നെയ്യൊക്കെ ഇറങ്ങി വന്നതായിരുന്നു. അത് ഓട്ടിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. ഉണ്ടോ നെയ്യ് ചൂടുണ്ട്. ഉണ്ടോ നെയ്യൊക്കെ ഇളകുന്നുണ്ടോ. പക്ഷെ എന്തായാലും ഫ്ലോപ്പായി പോയി. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ സംഭവിച്ചു. കുഴപ്പമില്ല, നമ്മൾ തോൽവിയൊന്നും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സെറ്റായി തീർക്കാം. പക്ഷെ കൊള്ളാമല്ലേ, ഈ ഒരു പരിപാടി കൊള്ളാം.
പക്ഷേ ഈ ഓട്ടിപ്പിന് സെറ്റാണ്. പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര ചൂടുണ്ട്. ഇതെടുത്ത് ചുമ്മാ എടുത്ത് വിടാച്ചാൽ തന്നെ കണ്ട എക്സോസ്റ്റ് പൊളിപ്പോ, ഇതിന് കഴിയാൻ പറ്റില്ല. ഇത് ഫുള്ള് കഴി വൃത്തിയാക്കിക്കൊണ്ട് ഇത് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴി വൃത്തിയാക്കിയിട്ട് ഇതിനെടുത്ത് അകത്തും വയ്ക്കണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. എന്തായാലും ചൂടുണ്ട്, എന്തായാലും ഈ പീസ് നമുക്ക് കളയാം. എന്തായാലും നമുക്ക് വെച്ച് നോക്കാം. ചൂട് കണ്ടോ. അതാണ് ഇതിൻ്റെ പരിപാടി. ഐസ് ബമ്പം ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വമ്പം ഫ്ലോപ്പായി. എന്തായാലും ഇതിനൊക്കെ എടുത്ത് പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് ഇവിടെ പോയി ഫ്രൈ ചെയ്യാം. വണ്ടിയിലെല്ലാം സെറ്റാണ് കണ്ടോ. ഇവിടെ പ്ലാറ്റ്ഫോമൊക്കെ വയ്ക്കാൻ പറ്റുന്നുണ്ട്, വീഴില്ല. നമുക്ക് ഓരോ പീസ് ചൂടുണ്ട്, ചെറിയ ചൂടേ ഉള്ളൂ. ചെറിയ ചൂടുണ്ട്. ഇങ്ങോട്ട് എടുത്ത് മാറ്റാം. വൃത്തികേടൊന്നും ആയിട്ടില്ല. ഇതൊക്കെ ഡ്രൈ ആയി കാണും. ചൂട് സോസിൽ ഇനി അഴുക്കാൻ അറിയില്ല. ഇതിനകത്ത് കുറേ മുളകൊക്കെ വരി വെച്ചത്. ഒരു പീസ് താഴത്ത്, 2 പീസ് പോയത് പോട്ടെ. ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും വമ്പ ഫ്ലോപ്പായി പോയി. അപ്പോൾ ആരും ട്രൈ ചെയ്ത് നോക്കണ്ട. അപ്പോൾ ഇതാണ് സംഭവം. ഇപ്പോൾ കഴിക്കാൻ വന്നപ്പോൾ ഞാൻ പോകുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു ഫുഡ് ഒന്നും നടന്നില്ല. ഇനിയാണെങ്കിൽ ഇത് തിന്നടാ, ആണോ? ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കൂടാ. എക്സോസ്റ്റിൻ്റെ മണമൊക്കെ ഉണ്ട്. ഇനി എന്ത് ചെയ്യാൻ പോണോ നീ? വീട്ടിൽ പോയിട്ട് വല്ലതും ഉണ്ടോ കഴിക്കാൻ? ഞാൻ അങ്ങോട്ട് വരട്ടെ കഴിക്കാൻ. എന്നിട്ട് എന്തിനി അവിടെ വന്ന് കൊല്ലാനോ? പക്ഷെ അവൻ്റെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നത്. സാരിയില്ല. നമുക്ക് എക്സോസ്റ്റിലൊന്നും വൃത്തിയിടൊന്നും ആയില്ല. അപ്പോൾ എന്തായാലും ഇത് ഫ്ലോപ്പായി. അപ്പോൾ ഇതെന്തായാലും കൊണ്ടുവന്ന് ഒന്നും ചെയ്യാനില്ല. ഇതിനി അപ്പുറത്തെ വീട്ടിൽ ആരും കൊണ്ട് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ആരും ട്രൈ ചെയ്തിരിക്കുക. പക്ഷേ മൊത്തം ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പം ഡോൺ ട്രൈ അറ്റ് ഹോം. ഓക്കെ, ഹോമെന്നല്ല, വണ്ടിയിൽ ആരും ട്രൈ ചെയ്തിരിക്കുക. കാരണം നോക്കി കണ്ട് ചെയ്തില്ലെങ്കിൽ വണ്ടികളെല്ലാം കത്തിപ്പിടിച്ച് എൻ്റെ തലയിൽ കൊണ്ട് വയ്ക്കരുത്. എനിക്കറിയില്ല. അപ്പം ഞാൻ എന്തായാലും സേഫായിട്ട് പിന്നെ വീടെത്തി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും അത് വേറെ വഴിയില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. തോൽവി എന്നാണല്ലോ വന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം മാറ്റി സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഉടനെ സെറ്റ് ചെയ്യാം. ബൈ.